കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന വിലാസിനിക്ക് ബ്രെയിൻ ട്യൂമർ എന്നുള്ള സത്യം ഗീതവും ഗോവിന്ദും ഒക്കെ അറിയുവാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗീതവും ഗോവിന്ദും ഒന്നാവാണ്. കുറെ കാലമായി നമ്മള് ഇന്നൊന്നാവും നാളെ ഒന്നാവും എന്നൊക്കെ ഓർത്താണ് നമ്മൾ ഇരിക്കണേ. അങ്ങനെ കാത്തിരുന്ന ആ നല്ല മുഹൂർത്തങ്ങൾ വരുവാണ്. പറയാതെ തന്നെ അവരവരുടെ ഉള്ളിലുള്ള പ്രണയം പറയുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു. കാരണം തന്റെ ഉള്ളിലുള്ള പ്രണയം എങ്ങനെയും ഗീതയോട് തുറന്നു പറയാൻ പറ്റാതെ ഇരുന്നിരുന്ന ഗോവിന്ദനോട് അയ്യപ്പേട്ടൻ പറഞ്ഞു, ഞാൻ പോയി ഗീതും കുഞ്ഞിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് വരാം. കുഞ്ഞിന്റെ ഉള്ളിലെ പ്രണയം ഞാൻ പറയാന്ന് പറഞ്ഞ അയ്യപ്പേട്ടൻ അങ്ങോട്ട് പോവാണ്. ഈ സമയം ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഗോവിന്ദ് അങ്ങോട്ടും കൂടെ നടക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ ഷിബുവിനെ കാണുന്നത്. ഷിബുവിനോട് പറഞ്ഞു, അതെ എനിക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല, ഒരു സിഗരറ്റ് ഉണ്ട് തരാമെന്ന് ചോദിക്കുക. സിഗരറ്റ് എന്റെ കയ്യിൽ ഇല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാന്നൊക്കെ പറഞ്ഞ് ഷിബു അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അയ്യപ്പേട്ടൻ വന്ന് ഗീതനോട് പറയണേ, അതെ ഒരു വല്ലാത്ത പ്രശ്നമുണ്ട്, ഗോവിന്ദ കുഞ്ഞ് വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുവാന്ന് പറയണം. പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നോ? ഞാൻ അറിയത്തില്ലാത്ത എന്ത് പ്രശ്നമാണ് കണ്ണേട്ടനുള്ളത്? എനിക്കെതിരായിട്ടും അറിയത്തില്ലോ. എന്താണെങ്കിൽ എന്നോട് തുറന്നു പറ. അതൊന്നും പറയാൻ പറ്റുന്ന കാര്യമില്ല. കുഞ്ഞിങ്ങോട്ട് വാ, ഞാൻ നേരിട്ട് കാണിച്ചു തരാം ഇപ്പോഴത്തെ ഗോവിന്ദൻ കുഞ്ഞിന്റെ അവസ്ഥ എന്താന്ന്. അത് കണ്ടു കഴിയുമ്പോ കുഞ്ഞിന് മനസ്സിലാവും ഗോവിന്ദൻ കുഞ്ഞ് അകപ്പെട്ടിരിക്കുന്ന ആ വലിയ പ്രശ്നത്തെ പറ്റി എന്നും പറഞ്ഞ ഗീതനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ്. ഈ സമയത്താണ് സിഗരറ്റൊക്കെ വാങ്ങിച്ചോണ്ട് ഷിബു അങ്ങോട്ട് വരുന്നത്. ഷിബു അങ്ങോട്ട് വന്നിട്ട് സിഗരറ്റ് ഗോവിന്ദന്റെ കൊടുത്തിട്ട് പറഞ്ഞു, അതെ എന്നാ ഗോവിന്ദ് സാർ സിഗരറ്റ് എന്ന് പറയണം. അങ്ങനെ സിഗരറ്റും കൈ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അയ്യപ്പേണ്ണും ഗീതവും കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നപ്പോ കാണുന്ന കാഴ്ച സിഗരറ്റും പഠിച്ചോണ്ട് നിൽക്കുന്ന ഗോവിന്ദാണ്. ഈ കാഴ്ച കണ്ട് ഗീതുവിന് സഹിച്ചില്ല. ഗീതു പറഞ്ഞു, ഓഹോ അപ്പൊ ഇതാണ് അയ്യപ്പേട്ടൻ പറഞ്ഞ കാര്യമില്ലേ. കണ്ണേട്ടൻ അപ്പൊ ഈ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, മദ്യമായി ഇപ്പൊ പുകവലയായി, അങ്ങനെ എല്ലാ ദുശീലം കൂടെ ഉണ്ടല്ലേ. എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല എന്ന് പറയണ. അയ്യോ അയ്യപ്പേട്ടൻ പറഞ്ഞു, കുഞ്ഞ ഞാൻ അതല്ല, ഇനി അയ്യപ്പേട്ടൻ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചോണ്ടിരുന്ന ജെന്റിൽമാനാന്ന് ഓർത്തായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇമാതിരി ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഗീതു നേരെ അങ്ങോട്ട് പാഞ്ഞടുക്കുവാണ്. ഓഹോ അപ്പൊ ഇതാണല്ലേ ഇവിടെ പരിപാടി. അപ്പൊ എന്നെ ഒളിച്ചും പാത്തി ഇതുപോലെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടോ നിങ്ങളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എവിടെയാ കൊണ്ടുപോകേണ്ടതെന്നറിയാവോ? ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്കാ കൊണ്ടുപോകണ്ടേ. അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഇടുക ചെയ്യണ്ടേ. അപ്പൊ എന്നോട് കള്ളത്തരങ്ങൾ മൊത്തം പറയണല്ലേന്ന് ചോദിക്കുക. ഗീതു എന്നോടൊന്നും പറയണ്ട, ഞാൻ പറയാനുള്ള കാര്യം ഒന്ന് കേട്ട് കൂടെ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി ഇപ്പൊ എന്താന്ന്. അയ്യപ്പൻ എന്നോട് ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ലായിരുന്നു പറയണ. ഈ സം പറഞ്ഞു, അയ്യപ്പൻ എന്താ പറഞ്ഞേ? അയ്യപ്പേട്ടൻ പറഞ്ഞു, അതെ കണ്ണേട്ടൻ വലിയൊരു പ്രശ്നത്തിലാന്ന് പറഞ്ഞു. ഇപ്പൊ അല്ലേ ആ പ്രശ്നത്തിന്റെ വലിപ്പം എനിക്ക് എന്താന്ന് മനസ്സിലാവുന്നേ. ഇതുപോലെ ഒരു മാനസികാവസ്ഥയാണ് കണ്ണേട്ടൻ. കാരണം കണ്ണേട്ടൻ ഇങ്ങനെ കുടിക്കലെങ്കിലും വലിക്കണമെങ്കിലും അത് എന്നെ കാണാതെ വേണം. എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ. മദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ഞാനൊന്നും പറയാറില്ലോ. എന്നാൽ ഈ പുകവലിയൊക്കെ ഇതൊക്കെ വലിയ വലിയ അസുഖങ്ങളൊക്കെ കാരണമാവുമെന്ന് ഞാൻ ഈ കണ്ണേട്ടനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? വലിയ ഏജ് ഗ്രൂപ്പിന്റെ ചെയർമാനാ പോലും, കമ്പനിയുടെ MD ആണ് പോലും. എന്നിട്ടോ ഇമാതിരി കയ്യിലിരിക്കുന്നത്. ഇനി മേലാൽ എന്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്ന് പറയണം. ഇത് ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് എനിക്കൊരു കൂടുതലൊന്നും പറയാനില്ല കണ്ടോ, ഞാൻ കാണിച്ചു തരാം എന്താന്ന് എന്നും പറഞ്ഞൊരു ഗീത കൊണ്ട് കയറി പോവാണ്. ഈ സമയം അയ്യപ്പേട്ടൻ കുഞ്ഞെ ഞാൻ ഒരക്ഷരം പോലും മിണ്ടരുത്. അപ്പോഴേ ഷിബു പറഞ്ഞ അയ്യപ്പേട്ടൻ ഒരു കാര്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ വരുവോളെന്ന്. അത് അയ്യപ്പേട്ടൻ എന്താ ചെന്ന് പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കുക. കുഞ്ഞ് ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ല ഇതിനെക്കുറിച്ച് കുഞ്ഞിന് ഇഷ്ടമാന്നുള്ള കാര്യം പറയാൻ വേണ്ടി കുഞ്ഞിന്റെ മാനസികാവസ്ഥ ഒന്ന് കാണിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് വന്ന ആ സമയത്തല്ലേ ഇങ്ങനെ സിസറും പിടിച്ചോണ്ട് നിൽക്കുന്നേ. എന്റെ പൊന്നയ്യപ്പേട്ട, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് ഞാൻ ഷിബുവിനോട് പറഞ്ഞിട്ടൊരു സിസർ മേടിപ്പിക്കുകയോ ചെയ്തേ. പക്ഷെ അത് അവളോട് പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാകണ്ടേ. ഞാൻ അത് വലിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിട്ട് പോലെയല്ല. ഞാൻ അങ്ങനെ വലിക്കുന്നൊന്നും ആളല്ലെന്ന് അയ്യപ്പൻ നന്നായിട്ട് അറിയാവുന്നല്ലേ. അതെനിക്കറിയാം. പക്ഷേങ്കില് ഗീത കുഞ്ഞിനത് മനസ്സിലാവണ്ടേ. ഓഹ് ഏത് നേരത്താണോ എന്തോ ഞാനൊന്ന് പറയണില്ല. എന്നാ എല്ലാത്തിനും കാരണക്കാരെ അയ്യപ്പേണ്ണ. ഇപ്പൊ സമാധാനമായല്ലോ. മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നായിരുന്നു. ഞാൻ എപ്പോഴല്ലേ ഏതൊരു സമയത്ത് പ്രണയം തുറന്നു പറഞ്ഞാൽ പണ്ടാതെ പോയി കൊളായിക്കൊണ്ട് വന്നു. ഇനി ഞാൻ എങ്ങനെ അവളുടെ മുന്നിലേക്ക് പോകും? അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അതിനിപ്പോ എന്താ ഭാര്യയല്ലേന്ന് ചോദിക്കണം. ഭാര്യ മിണ്ടരുത്, ഞാൻ വെച്ച് തരൂട്ടാ, ഞാൻ പ്രായത്തിന് മൂത്താന്ന് ഞാൻ നോക്കൂല, എന്റെ കൺമുന്നിൽ കണ്ടേക്കല്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഗോവിന്ദ അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ മുറിയിലേക്ക് എന്നപ്പോഴത്തേനും കാണുന്ന കാഴ്ച ഗീതു എല്ലാം വലിച്ചു വരെയും വീണ ദേഷ്യം വന്നിട്ട്. ഈ കാഴ്ചയാണ് ഗോവിന്ദ് പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടി ഗീതു കാണിക്കണമെന്ന് ചോദിക്കുക. എന്താ കാണിക്കണമെന്ന് മനസ്സിലായില്ലേ? അത് എന്നോട് കള്ളത്തരം കാണിച്ച് എനിക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇങ്ങനെ ഒരു മനസ്സാ ഗോവിന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഗോവിന്ദന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുക പോലെയായിരുന്നു. അപ്പൊ എല്ലാ ദുശീലങ്ങളും ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ഗീത് ഭയങ്കരമായിട്ട് ചൂടാവൂടെ. ഗീത് ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ ഇങ്ങനെ സിസറ് വലിക്കുന്ന അങ്ങനെ ഒരാളെ അല്ല, അറിയാലോ.
എന്തേലും ഞാൻ നിന്നോട് മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിപ്പോ എന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇപ്പൊ ഞാൻ കാണാത്തപ്പോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കാണിച്ചു കൂട്ടുന്നത്. അതിപ്പോ അയ്യപ്പേട്ടൻ വന്ന് കാണിച്ചുകൊണ്ടല്ല ഞാൻ കണ്ടേ, ഇല്ലെങ്കിൽ ഞാൻ കാണുമെന്ന് ചോദിക്കണം. ഓ, ഇനി ഞാൻ എങ്ങനെ എന്ത് പറഞ്ഞാലും നിന്നെ ഒന്ന് വിശ്വസിപ്പിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി എനിക്ക് ചങ്ക് പറിച്ച് കാണിച്ചു തരാനൊന്നും പറ്റില്ല. ഇത് കൂടുതൽ എനിക്കിന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കോന്ന് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് ടെൻഷനായി. കോവന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കും. പിന്നെ ഇപ്പം കോവന്തേട്ടൻ പറഞ്ഞാണോ ശരി? ഇനിയിപ്പം വല്ല ടെൻഷൻ കാരണം ഇങ്ങനെ വലിക്കുന്നൊന്നുമല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ കാരണം എങ്ങാനും ചെയ്താണോ പറയാൻ പറ്റില്ല. തന്റെ ഭാഗത്തോടെ തെറ്റുന്നൊരു ചിന്ത ഗീതുവിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഗീതു കുറെ സമയം ആലോചിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, എന്തേലും ആട്ടേന്നൊക്കെ ഓർത്തോണ്ട് പിന്നെ മുറിയൊക്കെ തന്നെ സ്വന്തമായിട്ട് വൃത്തിയാക്കണം. എല്ലാ സാധനവും വലിച്ചുവാരി ഇട്ടേക്കുമായിരുന്നു ദേഷ്യം വന്നിട്ട്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഗോവിന്ദൻ ഇങ്ങനെ താഴെ വന്ന് നിൽക്കുവാണ്. ഇനി വീതുവരും താൻ എന്ത് പറഞ്ഞൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അതൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? അങ്ങനെ ഓർത്ത് നിൽക്കുമ്പോഴാണ് വിലാസിനിയുടെ വരവ് അങ്ങോട്ട്. വിലാസിനി ആകെപ്പാടെ തകർന്ന മട്ടിലാ വരുന്നത്. കൃത്യം വന്നപ്പോ തന്നെ ഗോവിന്ദൻ അവിടെ നിൽക്കുന്ന കണ്ടു. അങ്ങനെ ഗോവിന്ദനെ കണ്ട വിലാസിനെ അങ്ങോട്ട് അടുത്തേക്ക് വരുവാണ്. എന്താ അമ്മേ, എന്ത് പറ്റി? ഗീതനെ കാണാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുവാണ്. ഒന്നുമില്ല, ഗീതനെ കാണണം, പിന്നെ അതോടൊപ്പം തന്നെ മോനെ എനിക്കൊന്ന് കാണണം, അതുകൊണ്ടാ വന്നേന്ന് പറയണ. മോനെ എന്നുള്ള വിളിയൊക്കെ കേട്ടപ്പോ ഗോവിന്ദൻ എന്തോ ഒരു ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കാരണം വിലാസിന്റെ മുഖമൊക്കെ കണ്ടപ്പോ പണ്ടത്തെ പോലെ ആ മേക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ആകെപ്പാടെ തകർന്ന ഒരു മനസ്സോടെ ആ തകർന്ന ഒരു മുഖമാണ് കാണുന്നത്. അമ്മയ്ക്ക് എന്തോ പറ്റി? വല്ലാത്ത ക്ഷീണമുള്ളോ? എന്താ കാര്യം എന്ന് ചോദിക്കാണ്. ഒന്നുമില്ല, എനിക്ക് മോനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം. ബാ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയില്ല. അവരാ പുറത്തേക്ക് ഞാൻ കൂടെ നിൽക്കുകയാണ്. അതെ, ഞാൻ ഒത്തിരി തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് മോനോട്. ഈ കുടുംബത്തോടൊക്കെ എന്റെ മോളോട് പോലും ചെയ്യാൻ പാടാത്ത പല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം. അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കണം. അതെ, എന്നോട് ക്ഷമിക്കണം, അതൊക്കെ എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാനത് ചെയ്തു പോയത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, മോൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദന്റെ കാലിലേക്ക് അങ്ങോട്ട് വീഴുവാണ്. ഇത് കണ്ടത് ഗോവിന്ദ് പെട്ടെന്ന് പിടിച്ചേൽപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേനാണ് ഗീതു വന്ന് അമ്മേനെ അങ്ങോട്ട് പിടിച്ചേൽപ്പിക്കുന്നത്. ഈ സമയം ഗീതു അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്താ അമ്മ എന്തായി കാണിക്കണമെന്ന് ചോദിക്കുക. അല്ല മോളെ, ഞാൻ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഒറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു വിലാസിനി. എന്താ അമ്മേ, കാര്യം എന്താ? അമ്മ എന്തായാലും എന്നോട് പറ. ഒന്നുമില്ല മോളെ, അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം വന്നു, അതുകൊണ്ട് കരഞ്ഞ. വിഷമിക്കാനായിട്ട് എന്താ? അച്ഛൻ വലിയ പ്രശ്നം ഉണ്ടാക്കി അമ്മയോട്. അതോ ഇപ്പൊ വിനോദിനി എന്തേലും പറഞ്ഞോ? അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വന്നേ. കഴിഞ്ഞ ദിവസം അമ്മ വീഡിയോ കോള് വിളിച്ചപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന്. എന്താ പറ്റിയമ്മേ? അമ്മയ്ക്ക് എന്തേലും ബുദ്ധിമുട്ട് എന്തേലും ഉണ്ടോ? എന്തേലും വയ്യായിക ഹോസ്പിറ്റലിൽ വല്ലതും പോണോ? അന്ന് നമുക്ക് പോവാന്ന് പറയണേ. അതൊന്നും ഒരു കുഴപ്പമില്ല മോളെ. പിന്നെ അമ്മയുടെ പ്രശ്നം എന്താ? അമ്മയ്ക്ക് ഒരു കാര്യമില്ലാതെ അമ്മ എന്താണെങ്കിലും കണ്ണന്റെ കാലിലേക്ക് വീഴില്ലെന്നറിയാം. അല്ല മോളെ, ഞാൻ കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. മനുഷ്യന്റെ കാര്യമില്ലേ? അതുകൊണ്ട് എപ്പോഴും ഏത് സമയത്ത് ദൈവം വിളിക്കുന്നു പറയാൻ പറ്റില്ല. അപ്പൊ ചെയ്തു പോയ അപരാധങ്ങൾക്കെല്ലാം ഞാൻ ഗോവിന്ദനോട് മാപ്പ് ചോദിച്ചാന്ന് പറയും. ഇങ്ങനെ ഒരു മാപ്പ് കുറച്ചില്ലല്ലോ, അമ്മയുടെ നിഘണ്ടുവിൽ ഇല്ലാത്താണല്ലോ, പിന്നീട് എന്ത് പറ്റിയെന്ന് ചോദിക്കും. മനുഷ്യന്റെ കാര്യമല്ലേ മോളെ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഗീതുവിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. എന്താണെന്നും അറിയത്തില്ല, അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് പറഞ്ഞു, സത്യം പറ, അമ്മയ്ക്ക് എന്താ ബുദ്ധിമുട്ട്? അമ്മയുടെ ബുദ്ധിമുട്ട് എന്താണെങ്കിലും പറയുവാണ്. ഈ സമയത്താണ് ഗോവിന്ദന്റെ ഫോൺ ബെല്ലടിച്ചത്. ഗോവിന്ദ് എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടറായിരുന്നു. മുരളീകൃഷ്ണൻ ഡോക്ടറാണ് കോൾ വിളിച്ചത്. അങ്ങനെ കോൾ എടുക്കണം. എന്താ ഡോക്ടറെ, എന്താന്ന് ചോദിക്കുവാണ്. അല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. എന്താ കാര്യം? പിന്നീട് വിലാസിനയുടെ കാര്യമൊക്കെ പറയണം. അല്ല, അവരുടെ സർജറിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അവരന്ന് ഇവിടുന്ന് പോയതാ, പിന്നീട് അവരെ കണ്ടേയില്ല ഇങ്ങോട്ട്. സർജറിയുടെ കാര്യമോ? എന്താ? അല്ല, ഇപ്പം ഗോവിന്ദൊന്നും അറിഞ്ഞില്ലേന്നേക്കും. ഇല്ല ഡോക്ടർ, ഞാനൊന്നും അറിഞ്ഞില്ല. അല്ല, അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവർക്ക് ബ്രെയിൻ ട്യൂമറാന്നുള്ള കാര്യം. ബ്രെയിൻ ട്യൂമറാ? അതെ, ബ്രെയിൻ ട്യൂമറാ. ഇനിയിപ്പോ അതേ കാലം അവർക്ക് ആയുസ് ഉണ്ടാകുന്നുള്ള കാര്യമൊക്കെ അവരോട് പറഞ്ഞിരിക്കുന്ന. അധികം വൈകാതെ തന്നെ അവർക്ക് സർജറി നടത്തണം. സർജറി നടത്തുവാണെങ്കിൽ ഒരുപക്ഷെ കുറച്ച് നാളെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റിയിരിക്കും. അത് പക്ഷെ എത്ര കാലത്തേക്കാന്നും പറയാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും ഗോവിന്ദ് തകർന്നുപോയി. ഗോവിന്ദിന് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പം ശരി ഡോക്ടറെ, ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് കോള് കെട്ടിയാണ്. ഈ സമയത്ത് ഗീതുവിന്റെ അടുത്ത് വിലാസിന് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു, അമ്മ കേറി വാ, അകത്തേക്ക് വരാൻ പറയണ. വേണ്ട മോനെ, ഞാൻ പോയേക്കോ, എനിക്ക് മോളെ ഇന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതപ്പൊ മോനെയും കാണണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദന് എങ്ങനെ വിഷയം അവതരിപ്പിക്കണം എന്ന് അറിയത്തില്ല. പിന്നീട് ചോദിച്ചു, അല്ല അമ്മ ചെക്കപ്പിന് എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞെന്ന് ചോദിക്കണം. അല്ല മോനെ, ഞാന് കുഴപ്പമൊന്നും ഇല്ലാന്നാ ഡോക്ടർ പറഞ്ഞേ. കുറച്ചു ദിവസം മരുന്ന് കഴിഞ്ഞിട്ട് ആ തലവേദന അങ്ങോട്ട് മാറൂന്നാ പറഞ്ഞേ. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, ശരി അന്ന് ശരി, അമ്മ അങ്ങോട്ട് ചെല്ലാൻ പറയാണ്. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വിലാസിനെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗോവിന്ദന്റെ മുഖഭാവം കണ്ടപ്പോ ഗീതുവിന് എന്തോ ഒരു വല്ലാത്ത ടെൻഷൻ തോന്നി. എന്താ ഗോവിന്ദേട്ടാ, എന്താ കാര്യം? ഗോവിന്ദന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരാ വിളിച്ചതെന്നൊക്കെ ചോദിക്കാണ്. അത് പിന്നെ നീ വാന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. അങ്ങനെ മുറി ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ ഗീതുവിന് വല്ലാത്ത ടെൻഷൻ.
എന്താ ഗോവിന്ദേട്ടന്റെ മുഖം വല്ലാതിരിക്കുന്നേ? കാര്യം എന്താന്ന് എന്നോട് തുറന്നു പറ. എന്നോട് മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. എന്തോ കാര്യമുണ്ടെന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദ കാര്യം പറയാണ്. ഇപ്പൊ എന്നെ വിളിച്ചത് മുരളീകൃഷ്ണൻ ഡോക്ടറായിരുന്നു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്. അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമറാന്നുള്ള കാര്യം. ഇത് കേട്ടതും ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഗീതു ചോദിച്ചു, എന്താ കണ്ണേട്ടാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം. സത്യം ഞാൻ പറഞ്ഞെന്ന് പറയാണ്. ഈ സമയത്ത് ഗീതുവിന്റെ കണ്ണുകൾ രണ്ടും പെട്ടെന്ന് നിറഞ്ഞൊഴുകി. എന്നിട്ട് അമ്മ ഈ കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ മുമ്പ് അമ്മയ്ക്ക് തലവേദനയാന്ന് പറഞ്ഞ സമയത്ത് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അമ്മയ്ക്ക് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് വന്നു. അമ്മ അതിന്റെ റിസൾട്ടൊക്കെ അറിഞ്ഞാ. പക്ഷേങ്കില് നമ്മളോടാരും അത് മനഃപൂർവ്വം പറയാതിരുന്നാന്ന് പറയാണ്. ദൈവമേ, ഞാൻ പാവം അമ്മേനെ ഒത്തിരി സംശയിച്ചു. തലവേദനയാ മരുന്ന് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അമ്മയുടെ കള്ളത്തരം ഒന്ന് വിചാരിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് കുറച്ച് പൈസ പോരെന്നൊക്കെ ചോദിച്ച് 2000 രൂപയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് വില കൂടിയ കണ്ണാടി മേടിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞ അമ്മ ഇരുന്നേ. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ കണ്ണേട്ടാ. ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. ഇനിയിപ്പോ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ ഒരു സർജറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാ പറഞ്ഞേ. പക്ഷെങ്കിൽ ആ സർജറി ചെയ്താലും എത്രമാത്രം സക്സസ് ആണെന്ന് പറയാൻ പറ്റില്ല. എത്ര കാലം ഇനി അമ്മ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടതും ഗീതുവിന് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാം. ഗീതുവിന്റെ കരച്ചിലാണപ്പോ ഗോവിന്ദന് സഹിച്ചില്ല. പെട്ടെന്ന് ഗോവിന്ദ് ഗീതുവിനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുവാണ്. ഗീതുവിന് ആ ഒരു ആശ്വാസത്തിന് വേണ്ടി ഗീതു കാത്തിരിക്കുക. പെട്ടെന്ന് ഗോവിന്ദിനെ നെഞ്ചിലേക്ക് വീണ് ഗീതു പൊട്ടിക്കരയാണ്. നീ വിഷമിക്കാതെ നമുക്ക് ഡോക്ടറെ തന്നെ പോയി കാണാം. ഡോക്ടറോട് പോയി ചോദിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ സർജറി നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കും അമ്മ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ പറഞ്ഞു. കാരണം എന്നെ ഫോൺ വിളിച്ചിട്ട് ഇനിയിപ്പം എപ്പോഴും ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കാൻ പറ്റത്തില്ലോ, കാണാൻ പറ്റത്തില്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗോവിന്ദേട്ടാന്ന് പറയണം. നീ ധൈര്യമായിട്ടിരിക്കുക, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാം. പിന്നീട് ഗീതുവിന് വല്ലാത്ത വിഷമമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് രോഗിയെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി സർജറി ചെയ്യാൻ പറയുകയാണ്. പിന്നീട് ഗീതുവും ഗോവിന്ദും കൂടെ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വീട്ടിലേക്ക് എന്നിട്ട് വിനോദിനോടും പ്രിയയോടും ഈ കാര്യങ്ങളൊക്കെ പറയണം. പ്രിയമോൾക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം അമ്മ കഴിഞ്ഞ ദിവസം തന്റെ അടുത്ത് വന്ന് തനിക്ക് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് നട്ട്സും ഒക്കെ കൊണ്ട് തന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുമായിരുന്നു. കഴിഞ്ഞ ദിവസം കൊണ്ട് വല്ലാത്തൊരു മാറ്റമായിരുന്നു ഗീത ചേച്ചി അമ്മയുടെ. പക്ഷെ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു തന്ത്രമായിരിക്കും അമ്മയുടെ, അത്ര മാത്രം ഞാൻ വിചാരിച്ചുള്ളൂ. വിനോദം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം അമ്മയുടെ മനമാറ്റം കണ്ടപ്പോൾ ഞാൻ ഓർത്തു അമ്മ വേറെ എന്തെങ്കിലും ആവശ്യം, എന്തോ ഒരു കാര്യസാധ്യതയുണ്ട്, അതുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഓർത്തെ. പക്ഷെ ഇങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നല്ലോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. നീ സങ്കടപ്പെടാതെ പ്രിയമോളെ, ഈ സമയത്ത് നമ്മൾ വേണം അമ്മയ്ക്ക് ധൈര്യം കൊടുത്ത് അമ്മേനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് അമ്മേനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് പറയാം. ഈ സമയം പ്രിയ പറഞ്ഞു, അമ്മയോട് ഈ കാര്യം ആരാ ചെന്ന് ചോദിക്കുന്നത്, ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പോയി സംസാരിച്ചാളെന്ന് പറഞ്ഞ് ഗീതു വിലാസിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയം ഗീതുവിനെ കാണും വിലാസിന് ചോദിച്ചു, അല്ല മോളെന്താ പെട്ടെന്നൊന്നും ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇവിടെ വരെ വരേണ്ട വന്ന് പറയണം. പിന്നീട് ഗീതു പറഞ്ഞു, ഞങ്ങൾ ഡോക്ടറെ കണ്ടാ വരുന്നതെന്ന് പറയണം. ഇത് കേട്ടതും വിലാസിന്റെ മുഖം കൊണ്ട് മാറി. അമ്മ ഇനിയിപ്പോ ഒളിക്കാനൊന്നും നോക്കണ്ട. അമ്മ എന്നിട്ട് എന്താ ഒരു വാക്ക് പോലും പറയാതിരുന്നെ? അല്ല അത് മോളെ ഞാൻ ഇനി കൂടുതലൊന്നും പറയണ്ട. ഗോവിന്ദേട്ടൻ ഞാൻ ഡോക്ടറെ കണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ നിൽക്കണമെന്ന് പറയാം. വേണ്ട മോളെ, വെറുതെ എന്തിനാ പൈസ കളയണേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പൊ എനിക്ക് സർജറി ചെയ്താലും ഞാൻ ഇനിയിപ്പം ജീവിക്കാനൊന്നും പോകുന്നില്ല. വെറുതെ എന്തിനാ അത്രയും പൈസ കളയുന്നത്? എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പം പ്രിയമോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അതൊന്ന് പുറത്തു നീ അതിനെ കൊഞ്ചിക്കണം. അത് മാത്രമല്ല, എനിക്ക് മോളുടെ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് ഈ ജന്മത്തിൽ നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് ഇനിയിപ്പോ ദൈവം അധികം ആയുസിട്ടിട്ടില്ല. അതുകൊണ്ട് അത്രയും വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇനിയിപ്പോ എനിക്ക് വേണ്ടി സർജറി ഒന്നും നടത്തണ്ടെന്ന് പറയണേ. ഇത് കേട്ടതും ഗോവിന്ദ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. ഡോക്ടർ അതൊക്കെ വെറുതെ പറയുന്ന, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ പറയുന്നല്ലേന്ന് ചോദിക്കാം. അതൊന്നും അല്ലമ്മേ, സർജറി നടത്തിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, ഇവിടെയെന്നല്ല, അമ്മയ്ക്ക് ഇവിടെ പറ്റില്ലെങ്കിൽ വേറെ എവിടെ വെള്ളം കൊണ്ട് ചികിത്സിക്കാനായിട്ട് എനിക്ക് സമ്മതമാ. എവിടെ വേണമെങ്കിലും അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ എവിടെ വരെ ഏതറ്റം വരെ ഞാൻ കൊണ്ടുപോകുന്നു പറയാം. ഇത് കേട്ടതും വിലാസിന് ഓടി വന്ന് ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ പിറക്കാതെ പോയ മകനാ നീ, ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകി. കാരണം അത്രമാത്രം ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഭദ്രേട്ടനും. പക്ഷെ പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് തകർന്ന മനസ്സോടുകൂടിയാണ് ഗീതു വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് അങ്ങോട്ട് വന്ന്, എന്ത് പറ്റി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ല എന്ന് പറയാണ്. അമ്മേനെ കുറിച്ച് ഓർത്തിട്ടാണോ? അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, സർജറി ഒക്കെ എത്രയും പെട്ടെന്ന് നടക്കും, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം.
അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീത പറഞ്ഞു, അത് മാത്രമല്ല പ്രിയമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ, ചടങ്ങ് നടത്തണ്ടേന്ന് ചോദിക്കുക. അത് ശരിയാ, പക്ഷെ ഈ സമയത്ത് നമ്മൾ എങ്ങനെയാ ചടങ്ങൊക്കെ നടത്തുന്നത്? ഗംഭീരമായിട്ട് അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ ശരിയാ കണ്ണേട്ടാ. പക്ഷേങ്കില് രാധികാമ്മ എന്തേലും പറയില്ലേ, ഇനിയിപ്പൊ പ്രിയമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ല, ചടങ്ങ് നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെറുതായിട്ട് ഒരു ചടങ്ങ് നടത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് പറയാം. ഈ സമയം ഗോവെന്ന് പറഞ്ഞു, അത് ശരിയാ, ഇനി അമ്മയുടെ കാര്യം നോക്കാനായിട്ട് നമുക്കൊരു ഹോം നേഴ്സിനെ ഞാൻ ഏർപ്പാടാക്കാന്ന് പറയണം. ഗീതു ഗോവിന്ദന്റെ മനസ്സ് തിരിച്ചറിയുമായിരുന്നു, കാരണം എത്രമാത്രം തന്നോട് കുടുംബത്തിനോട് സ്നേഹം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് ഗീതു ഒരു കാര്യം തീരുമാനിച്ചു, ഈ ചടങ്ങ് നടത്തിയതിനു ശേഷം രഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. രാധികാമ്മയ്ക്ക് ഒരിക്കലും ഒരു എതിർപ്പ് ഉണ്ടാവരുത്. അങ്ങനെ പിറ്റേ ദിവസം ചെറിയ രീതിയിൽ തന്നെ ചടങ്ങുകളൊക്കെ നടത്തുവാണ്. അപ്പൊ ഈ ചടങ്ങ് നടത്തുന്നതിന് മുമ്പ് തന്നെ രാധികാമ്മയുടെ അടുത്തേക്ക് ഗീതു ചെല്ലുന്നുണ്ട്. ഗീത എന്നിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു ചോദിക്കണം. എന്ത് കാര്യം? അല്ല, അമ്മയോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാനൊരു കാര്യം ആവശ്യപ്പെടുമെന്ന്. ആ കാര്യം ഞാൻ ആവശ്യപ്പെടാൻ പോവാ, ഞാൻ രഞ്ജുവിനെ ഇന്നും കൂടെ കൂട്ടിക്കൊണ്ട് വരുവാൻ പോവാന്ന് പറയണം. ഇത് കേട്ടതും രാധിക പറഞ്ഞു, രഞ്ജുവിനെ ഇന്നും കൂടെ കൂട്ടിക്കൊണ്ട് വരും, പക്ഷെ ഒരെതിർപ്പും പറയരുത്. പ്രിയമോളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കടമ അമ്മയ്ക്കാണ്. അതുകൊണ്ട് പ്രിയമോടെ ഭാഗത്തുനിന്ന് രഞ്ജുവിന് ഒരു ദോഷം ഉണ്ടാവരുതെന്ന് പറയാണ്. ഇത് കേട്ടാൻ രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗീതുവാണ് പറയുന്നത്, ഇവള് പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഇപ്പൊ അടുത്ത പ്രശ്നം അതുണ്ടാവും. ഒരു പക്ഷേങ്കില് ആ വീഡിയോസ് ഒക്കെ മിക്കവാറും ഇവള് ഗോവിന്ദനെ കാണിക്കുകയും ചെയ്യും. അവസാനം രാധികാൻ പറഞ്ഞു, ഞാനായിട്ടൊന്നും ആരോടൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയണം. അങ്ങനെ ഗീതുവിന് സന്തോഷമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരു കാര്യം ഉറപ്പായി, ഗീതവും ഗോവിന്ദും അങ്ങനെ ഒന്നിക്കുവാണ് വീണ്ടും. നമ്മൾ കുറെ കാലങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നത് അവർ രണ്ടുപേരും ഒന്നിക്കണം എന്നുള്ളത്. അപ്പം പ്രണയം പറയാതെ അവർ പറയുവാണ്, അവർ രണ്ടുപേരുടെ ഉള്ളിലുള്ള പ്രണയം അവർ വീണ്ടും ഒന്നാവുന്നതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങൾ കൂടിയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.